പ്രിയപ്പെട്ടവരെ, അക്ബർ സ്നേഹത്തോട്, നിങ്ങൾ യാത്രയെ പ്രണയിക്കുന്നവരാണ്. നിങ്ങൾ പ്രകൃതിയുമായി ഇണങ്ങി സ്നേഹിച്ച് പ്രണയിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. നിങ്ങൾ പ്രകൃതിയുടെ പച്ചപ്പിൻ്റെ മടിത്തട്ടിൽ മലർന്ന് കിടന്നുറങ്ങി കിടന്ന് ആകാശത്തിലെ നക്ഷത്രങ്ങളെ നോക്കി പൂനിലാവ് ആസ്വദിച്ച് കിടക്കാൻ ആഗ്രഹിക്കുന്നവരാണോ? നിങ്ങൾ കാടിൻ്റെ വന്യതയിൽ സ്വയം അപ്രത്യക്ഷരാവാൻ കുറച്ച് ദിവസവും കുറച്ച് സമയമെങ്കിലും അങ്ങനെ ഇല്ലാതായി പ്രകൃതിയുടെ ഭാഗമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണോ? എങ്കിൽ നിങ്ങൾ എന്നോടൊപ്പം കൂടിക്കോളൂ. ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് പൂരപ്പറമ്പുകളിലേക്കല്ല, നഗരവൽക്കരിക്കപ്പെട്ട നരകങ്ങളിലേക്കുമല്ല. ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് പച്ചപ്പിൻ്റെ മലനിരകളുടെ മഞ്ഞിൻ്റെ താഴ്വാരങ്ങളിലേക്കാണ്. അതെ, നമുക്ക് പ്രിയപ്പെട്ടവരെ, വാൾപ്പാറയിലെ ലോകത്തിലെ ഇന്ത്യയിലെ 7ാമത്തെ സ്വർഗം എന്നറിയപ്പെടുന്ന വാൾപ്പാറയിലേക്കാണ് ഇന്ന് നിങ്ങൾ എൻ്റെ കൂടെ വരുന്നത്. വാൾപ്പാറയിലെ തലനാരിലുള്ള 3 റിസോർട്ടുകൾ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. ഓക്കെ, ഐബെക്സ് സ്റ്റേ ആൻഡ് ട്രയൽസിലാണ് ഇപ്പം നമ്മളുള്ളത്. തലനാരിലേക്കുള്ള ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് ഏകദേശം 6 കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഐബെക്സ് സ്റ്റേ ആൻഡ് ട്രയൽസിലേക്ക് വരാം. അതെ, ഇത് കാടിൻ്റെ നടുവിൽ, വന്യതയുടെ നടുവിൽ, കാടും കാട്ടുപക്ഷികളും കാട്ടാറുകളും വന്യമൃഗങ്ങളെയും കണ്ട് ആസ്വദിച്ച് മലകൾക്കപ്പുറത്ത് മറഞ്ഞിറങ്ങുന്ന അസ്തമന സൂര്യൻ്റെ പൊൻകിരണങ്ങളേറ്റ് ഒരു നല്ല കാപ്പി കുടിച്ച് സുഖമായിരുന്ന് രാത്രി കാടിൻ്റെ വന്യതയിൽ നാം കേൾക്കുന്ന വന്യമൃഗങ്ങളുടെ അലർച്ചകളും ഒച്ചകളുമൊക്കെ ആസ്വദിച്ച് ആകാശത്തേക്ക് നോക്കി തണുത്ത കുളിർക്കാറ്റ് നമ്മെ തഴുകി തലോടി കടന്നു പോകാൻ അനുവദിച്ചുകൊണ്ട് പ്രണയാതുരമായ രാത്രികൾ തീർത്ത് ഇണയോടൊത്ത്, വേണ്ടപ്പെട്ടവരോടൊത്ത്, സുഹൃത്തുക്കളോടൊത്ത് പ്രകൃതിയെ ആസ്വദിച്ച് 1, 2, 3 ദിവസം നഗരവൽക്കരിക്കപ്പെട്ട നരകങ്ങളിൽ നിന്ന് ഒന്ന് മാറി ഈ 7ാം സ്വർഗത്തിലെ അതിമനോഹരമായ ഒരു റിസോർട്ടിലേക്ക് നിങ്ങളെ ഞാൻ കൂട്ടിക്കൊണ്ടുവരികയാണ്. ഇതാണ് ഐബെക്സ് സ്റ്റേസ് ആൻഡ് ട്രയൽസ്. ഇത് നിങ്ങൾ തലനാര് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് ഒരു 6 കിലോമീറ്റർ കാണുമ്പോൾ റൈറ്റ് സൈഡിലേക്ക് ഇതിൻ്റെ സൈൻ ബോർഡ് കാണാം. ഈ റിസോർട്ടിൽ എത്തുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് വന്യമൃഗങ്ങളെ സൈറ്റിങ്ങിനുള്ള ഒരുപാട് ചാൻസ് ഉണ്ട്. ഞങ്ങൾ വരുമ്പോൾ കാട്ടുപോത്തുകളും മ്ലാവുകളും ഒക്കെ കണ്ടു. ഇവിടെ നല്ല സ്നൂക്കർ ബോർഡുണ്ട്. ഇവിടെ ഇരുന്നു കൊണ്ട് ഈ സെറ്റുകളിലൊക്കെ ഇങ്ങനെ ചാരി ഇരുന്ന് ഒരു കപ്പ് കാപ്പിയും അല്ലെങ്കിൽ നല്ല ചൂടുള്ള ഒരു കപ്പ് ചായയുമായി നിങ്ങളിങ്ങനെ ഇരുന്ന് ഇങ്ങനെ നിങ്ങൾ ആസ്വദിക്കുക. മലനിരകൾ, വനങ്ങൾ, ഇടയ്ക്ക് തേയിലത്തോട്ടങ്ങൾ, അതിനുമിടയ്ക്ക് ലഷ് ഗ്രീൻ മിഡോസ്. വാവ്! പ്രിയപ്പെട്ടവരെ, ഊട്ടി, കൊടൈക്കനാൽ, മൂന്നാറും തൽക്കാലം മറന്നു കളയുക. കാരണം അതെല്ലാം പൂരപ്പറമ്പുകളായി മാറിയിരിക്കുകയാണ്. വെക്കേഷനുകളിൽ മാത്രമല്ല, അല്ലാത്ത ദിവസങ്ങളിലും അത് പൂരപ്പറമ്പ് പോലെ ആൾക്കൂട്ടത്തിൻ്റെ ക്രൗഡുകളുടെ എന്ന് വെച്ചാൽ ആൾക്കൂട്ടങ്ങൾ കൊണ്ട് നിറഞ്ഞ് ശ്വാസം മുട്ടുന്ന ആ പ്രദേശങ്ങളിലേക്കുള്ള പോക്കൊക്കെ തൽക്കാലം നിർത്തുക. നിങ്ങൾ വരേണ്ടത് വാൾപ്പാറയിലെ 7ാം സ്വർഗം എന്നറിയപ്പെടുന്ന വാൾപ്പാറയിലെ ദ 7th ഹെവൻ എന്നറിയപ്പെടുന്ന വാൾപ്പാറയിലെ 1ാം സ്വർഗമാണ് തലനാര്. ആ തലനാരിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റിസോർട്ടിലാണ് ഇപ്പം ഞാൻ നിങ്ങളെ കൊണ്ട് എത്തിച്ചിട്ടുള്ളത്. ഞാൻ വന്നത് സമ്മറിലാണ് കേട്ടോ.
ഞാൻ 2 ദിവസം മുമ്പാണ് ഇവിടെ വന്നത്. സമ്മറിൽ തന്നെ 5 മണി കഴിഞ്ഞാൽ മഞ്ഞ് വീഴ്ച തുടങ്ങും. ആ ഗ്രാസ് ലാൻഡുകളിലെല്ലാം മൃഗങ്ങൾ വന്ന് മേയുന്നത് നമുക്ക് കാണാം. ഭാഗ്യമുണ്ടെങ്കിൽ പുലിയെയും കരടിയും ഒക്കെ നമുക്ക് സൈറ്റ് ചെയ്യാം. കാട്ടുപോത്തുകളും മ്ലാവുകളും മരപ്പട്ടികളും പൂരമാനുമൊക്കെ നിങ്ങൾക്ക് കാട്ടുനായ്ക്കളുമൊക്കെ സർവ്വസാധാരണമായിട്ട് കാണാനുള്ള അവസരം ഇവിടെ ഉണ്ട്, നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഒന്ന് ഐബെക്സ് സ്റ്റേസ് ആൻഡ് ട്രയൽസ് തലനാര്. ഇനി നമുക്ക് ഇത് കഴിഞ്ഞാൽ നിങ്ങൾ അടുത്തൊരു റിസോർട്ടിലേക്ക്, വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റിസോർട്ടിലേക്ക് കൂടെ കൊണ്ടുപോകാം. ഇതുണ്ടോ, ഇതാണ് ഐബെക്സിൻ്റെ ആ 2ാം നിലയിലുമായി അനുബന്ധിച്ച് കിടക്കുന്ന ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. വളരെ മനോഹരമായി അവർ ഒരുക്കിയിട്ടുണ്ട്. അവിടെ നിന്നുകൊണ്ടുള്ള കാഴ്ചയാണത്. വാവ്. ഇപ്പം നമ്മൾ എത്തിയത് അത് കഴിഞ്ഞു. ഇനി ഞാൻ നിങ്ങളെ വൈൽഡ് കണ്ടെയ്നർ കോട്ടേജിലേക്കാണ് ഇപ്പോൾ നിങ്ങളെ ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത്. ഇതിൻ്റെ വിവരണങ്ങളൊക്കെ ഞാൻ എൻ്റെ ഈ വീഡിയോയുടെ ആദ്യത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഈ കണ്ടെയ്നർ കോട്ടേജ് വളരെ എക്കണോമിക് ആയിട്ടുള്ള, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സംഗതിയാണ്. ഇവിടെ നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും ഒക്കെ പാക്കേജിലുണ്ട്. 1500 രൂപ പെർ ഹെഡാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഇരുന്നുകൊണ്ടുള്ള ഈ കാഴ്ചയുണ്ടല്ലോ, വാവ്, ബ്രെത്ത് ടേക്കിംഗ് വ്യൂസ് ആണ്. പിക്ചേഴ്സ് എന്ന് വെച്ചാൽ പനോരമിക് ആയിട്ടുള്ള വ്യൂസ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയും. മുമ്പിൽ തേയിലത്തോട്ടമാണ്, അതിനപ്പുറത്ത് മലകളാണ്, അതിനും അപ്പുറത്ത് പരന്ന് കിടക്കുന്ന, നിങ്ങൾക്കറിയാമല്ലോ, വാൾപ്പാറ എന്ന് പറയുന്നത് നെല്ലിയാമ്പതി, പറമ്പിക്കുളം, വൈൽഡ്, ആ മലനിരകളുടെ നടുവിലാണ് യഥാർത്ഥത്തിൽ വാൾപ്പാറ 7th ഹെവൻ എന്നറിയപ്പെടുന്നത് അതിൻ്റെ അതിമനോഹരമായ പ്രകൃതി കൊണ്ട് തന്നെയാണ്. അതിമനോഹരമായ പ്രകൃതി മറ്റ് പ്രദേശങ്ങളിൽ നിന്ന്, ടൂറിസ്റ്റ് പ്രദേശങ്ങളിൽ നിന്നും വാൾപ്പാറയെ വ്യത്യസ്തമാക്കുന്നത് അതിൻ്റെ ഈ മനോഹാരിത തന്നെയാണ്, പ്രിയപ്പെട്ടവരെ. അപ്പോൾ കണ്ടെയ്നർ കോട്ടേജിൽ ഇരുന്നു കൊണ്ട്, കണ്ടെയ്നർ കോട്ടേജിലെ നിങ്ങൾക്ക് ബുക്കിങ്ങിന് വേണ്ടിയിട്ട് സാജു എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ കോൺടാക്റ്റ് നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് ഈ വീഡിയോയുടെ ആദ്യത്തിൽ തന്നെ ഉണ്ട്. പ്രിയപ്പെട്ടവരെ, ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞങ്ങൾ പിന്നെ ഒരു ഈവനിങ് ടീ ബ്രേക്ക് നല്ല അടിപൊളി കട്ടൻ ചായയും കുറുക്കുമൊക്കെ കഴിച്ച്, ഇനി ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് തലനാരിൻ്റെ തലച്ചോറിലേക്കാണ്. നമ്മളിപ്പോൾ തലനാരിൻ്റെ ഹൃദയത്തിലാണ്. ഇനി നമ്മൾ പോകുന്നത് തലനാരിൻ്റെ തലച്ചോറിലേക്കാണ്. വാവ്. ഇനി നമ്മൾ കയറുകയാണ്. ഇരുവശത്തുമുള്ള നിബിഡ വനങ്ങൾ, അതിന് നടുവിലൂടെ ഒറ്റയടിപ്പാത, ടാർ റോഡാണെങ്കിലും അത് സിംഗിൾ റോഡാണ്. നമ്മളിങ്ങനെ യാത്ര ചെയ്യുകയാണ് ഇപ്പോൾ. ഓക്കെ, ഈ യാത്രയിൽ എൻ്റെ മകനുണ്ട്, എൻ്റെ കസിനുണ്ട്, എൻ്റെ അനുജനുണ്ട്, എൻ്റെ കൂട്ടുകാരനുമുണ്ട്. ഇറ്റ് ഈസ് എ റിയലി വണ്ടർഫുൾ, സ്റ്റണ്ണിങ്, ചില്ലിങ്, ത്രില്ലിങ്, അഡ്വഞ്ചറസ് യാത്രയാണ്. 15 കിലോമീറ്ററോളം ഞങ്ങൾ ട്രക്ക് ചെയ്തു. കാറിലല്ല കേട്ടോ, വാക്കിംഗ്, നടന്നുകൊണ്ട് ട്രക്ക് ചെയ്തു. അതുപോലെ ഞങ്ങളുടെ നൈറ്റ് വാക്ക്, അയ്യോ മനോഹരമായ നൈറ്റ് വാക്ക്. അപ്പോൾ അതിനൊക്കെ നമുക്കിവിടെ അവസരങ്ങളുണ്ട്. ഏതായാലും നമ്മളിനി പോകുന്നത് ശക്തി പ്ലാന്റേഷൻസ് എന്ന് പറയുന്ന വളരെ മനോഹരമായ തലനാരിൻ്റെ ഏറ്റവും അറ്റത്ത്, അതുകൊണ്ടാണ് ഞാൻ തലച്ചോറെന്ന് പറയുന്നത്, തലനാരിൻ്റെ തലയിലാണ് ഈ പ്ലാന്റേഷൻ ഉള്ളത്, ശക്തി പ്ലാന്റേഷൻസ്. അത് മുഴുവനും പിന്നെ കോഫി പ്ലാന്റേഷൻസാണ് അതിലുള്ളത്. ആ യാത്രക്കിടയിൽ നമുക്ക് ധാരാളം വെള്ളച്ചാട്ടങ്ങളെ കാണാം. സമ്മറായതുകൊണ്ട് വെള്ളം കുറവാണ്, നീരൊഴുക്ക് കുറവാണ്. നിരവധി മൗണ്ടൻ സ്ട്രീമുകളും വെള്ളച്ചാട്ടങ്ങളും കൊണ്ട് അനുഗ്രഹീതമാണ് ഈ തലനാര് എന്ന് പറയുന്ന വാൾപ്പാറയുടെ ഏറ്റവും മനോഹരമായ ഈ പ്രദേശം. എന്ന് വെച്ചാൽ വാൾപ്പാറയുടെ ശ്വാസകോശമാണ് തലനാര്. അതുകൊണ്ട് ആ മരങ്ങൾ കണ്ടോ നിങ്ങൾ, അതെന്ത് ഭംഗിയാണെന്ന് കണ്ടോ, അങ്ങനെ അടുക്കടുക്കായി നിൽക്കുന്ന അത്തരം ധാരാളം കാട്ടുമരങ്ങൾ നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും. ഏതായാലും നമ്മളിപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെയൊക്കെ മൃഗങ്ങൾ വെള്ളം കുടിക്കാൻ വരാനുള്ള ഏറെ സാധ്യതയുള്ള പ്രദേശങ്ങളാണ്. പക്ഷേ
ഇതെല്ലാം ശക്തി പ്ലാന്റേഷൻസിൻ്റെ ഓണർഷിപ്പിലുള്ള സ്ഥലങ്ങളായതുകൊണ്ട് ഇവിടെയൊക്കെ ഇലക്ട്രിക് ഫെൻസ് ചെയ്തിട്ടുണ്ട്. കാരണം ഇവിടെ ധാരാളം ആനകളുടെയും കാട്ടുപോത്തുകളുടെയും ഒക്കെ സാന്നിധ്യം ഏറെയുള്ളതിനാൽ അവരുടെ പ്ലാന്റേഷനുകൾക്കും അതിനകത്ത് ജോലി ചെയ്യുന്നവർക്കും ഒക്കെ അപകടം ഉണ്ടാകാതിരിക്കാനായിട്ട് നന്നായിട്ട് ഇലക്ട്രിക് ഫെൻസ് ചെയ്തിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, വാൾപ്പാറയെ അതിൻ്റെ മനോഹരമായ പ്രകൃതിയാണ് അതിനെ ഏഴാമത്തെ സ്വർഗം എന്ന പേരിന് അർഹമാക്കിയിട്ടുള്ളത്. സമൃദ്ധമായ പച്ചപ്പുകൾ, മലകൾ, കാടുകൾ, ശാന്തമായ അന്തരീക്ഷം എന്നിവയാൽ സമൃദ്ധമാണ് വാൾപ്പാറ. നമ്മളിപ്പോൾ വാൾപ്പാറയിലെ തലനാരെന്ന് പറയുന്ന വാൾപ്പാറയിലെ സ്വർഗമായ തലനാരിൻ്റെ തലച്ചോറിൽ ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുകയാണ്. ശക്തി കോഫി പ്ലാന്റേഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ്. ഞങ്ങൾ വണ്ടി ഇവിടെ നിർത്തി. ഇനി ഞങ്ങളൊന്ന് പതുക്കെ ചെറിയൊരു നടത്തം. ഇവിടെ ചെറിയൊരു അങ്ങാടിയുണ്ട്, ചെറിയ അങ്ങാടി. ഓക്കെ, ഇവിടുത്തെ തോട്ടം തൊഴിലാളികൾക്ക് താമസിക്കുന്ന ഏരിയയാണ്. എല്ലാം ഫെൻസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞ് ഞങ്ങൾ പതുക്കെ തിരിച്ചു. വരുന്ന വഴിക്കൊരു നല്ല വാട്ടർഫാൾസ് കൊണ്ടു. സുഖമായിട്ട് നല്ല ഐസ് വാട്ടർ കൊണ്ടൊന്ന് കയ്യും മുഖമൊക്കെ ഒന്ന് കഴുകി ഒന്ന് റിഫ്രഷായി. പ്രിയപ്പെട്ടവരെ, അനന്യമായ വാൾപ്പാറയുടെ ഈ പ്രകൃതി സൗന്ദര്യം അനുഭവിക്കാൻ അത് നമ്മളെ മാടി വിളിക്കുകയാണ്. നഗരജീവിതത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അത് നിങ്ങളെ നിരന്തരം പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. ഒരിക്കൽ നിങ്ങൾ വാൾപ്പാറയിലെ തലനാരിൽ വന്നിട്ട് ഈ 3 റിസോർട്ടുകളിൽ ഏതിലെങ്കിലും 1-2 ദിവസം താമസിച്ചു കഴിഞ്ഞാൽ ഈ പ്രദേശം നിങ്ങളെ ഇങ്ങനെ മാടി വിളിക്കും. അതൊരു ലഹരിയാണ് നിങ്ങൾക്ക്. അത് പകരുന്ന ലഹരി എന്ന് പറയുന്നത് അനന്യമാണ്, അത് അവിസ്മരണീയമാണ്, അത് വാക്കുകൾക്ക് കൊണ്ട് പറയാൻ കഴിയാത്തതുമാണ്. വാൾപ്പാറയിലെ ആനമലൈ ടൈഗർ റിസർവ്, ഗ്രാസ് ഹിൽസ് നാഷണൽ പാർക്ക്, അങ്ങനെ നിരവധി വെള്ളച്ചാട്ടങ്ങൾ, ചായത്തോട്ടങ്ങൾ, കാപ്പിത്തോട്ടങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന മനോഹരമായ ദൃശ്യങ്ങൾ, പിന്നെ എന്താ പറയുക, പ്രകൃതി ദൃശ്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇനി നമ്മൾ അടുത്ത് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്, ഞാൻ പറയുകയുണ്ടായി, AGB ശിവനിവാസ്, അവിടേക്കാണ് ഇപ്പം നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവർ, ഇതൊരു കയറ്റമാണ്. ഇത് കിലോമീറ്ററുകളോളം നമ്മൾ മുകളിലോട്ട് കയറണം. അപ്പോൾ ചെറിയ വണ്ടികൾക്കൊക്കെ കയറാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. എങ്കിലും അവിടെ താഴെ വന്നിട്ട് അവരെ വിളിച്ചു കഴിഞ്ഞാൽ അവർ അതിന് വേണ്ട സപ്പോർട്ട് ചെയ്തു തരും. ഏതായാലും AGB ശിവനിവാസ് ഹോളിഡേ ഹോമിലേക്കുള്ള യാത്രയാണത്. അത് ശക്തി പ്ലാന്റേഷൻസിൽ നിന്ന് നമ്മൾ തിരിച്ച് വരുമ്പോൾ, അല്ലെങ്കിൽ ശക്തി പ്ലാന്റേഷൻസ് എത്തുന്നതിന് മുമ്പ് 2 കിലോമീറ്റർ ഇപ്പുറത്ത് വെച്ച് മുൻപ് തന്നെ റൈറ്റിലേക്ക് ഒരു കയറ്റം നമുക്കവിടെ ഒരു കോൺക്രീറ്റ് റോഡ് കാണാം. അവിടെ ഒരു ബോർഡുണ്ട്, AGB ശിവനിവാസ് എന്ന് പറഞ്ഞുകൊണ്ട്. ഈ AGB ശിവനിവാസ് എന്ന് പറഞ്ഞാൽ വാൾപ്പാറയിലെ തന്നെ തലനാരിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ ഭാഗത്താണ് ഇതുള്ളത്. കൊടും കാട്ടിലാണ് ശരിക്കും പറഞ്ഞാൽ ഈ റിസോർട്ട്. ഇത് പ്രിയപ്പെട്ടവരെ ഒരു അനുഭവം തന്നെയാണ്. നിങ്ങളിവിടെ താമസിച്ചു കഴിഞ്ഞാൽ കാടിൻ്റെ വന്യതയിൽ നിങ്ങളില്ലാതാകുന്ന ആ ഒരു അനുഭവം ഉണ്ടല്ലോ. കാട് നമുക്ക് ചുറ്റും കറുത്ത കാട്. രാത്രിയിൽ വന്യമൃഗങ്ങളുടെ അലർച്ചയും ഒച്ചകളും പക്ഷികളുടെ, പ്രഭാതത്തിൽ നിങ്ങളെ വിളിച്ചുണർത്തുന്ന വിവിധ ഇനം പക്ഷികളുടെ ആ ഒരു എന്താ പറയുക, മ്യൂസിക്കൽ എന്താ അതിനെ പറയുക, നമ്മൾ അങ്ങനെ പലതരം പക്ഷികളുടെ മ്യൂസിക് ഒരു രസകരമായ ഒരു അനുഭവം തന്നെയാണത്. അപ്പോൾ ഇവിടുത്തെ തണുപ്പ് എന്ന് പറഞ്ഞാൽ സമ്മറിൽ തന്നെ ഒരു 5 മണിയാകുമ്പോഴത്തേക്കും മഞ്ഞ് വീഴും. അപ്പോൾ വിൻ്ററിൻ്റെ കാര്യം പറയാനില്ല പ്രിയപ്പെട്ടവർ. എന്തിന് നിങ്ങൾ കാശ്മീരിലേക്കൊക്കെ പോകണം? നിങ്ങൾ വാൾപ്പാറ, ദ 7th ഹെവൻ എന്നറിയപ്പെടുന്ന വാൾപ്പാറ സൗത്ത് ഇന്ത്യയിലെ സ്വർഗമാണ് പ്രിയപ്പെട്ടവരെ. ഓക്കെ, ഈ റിസോർട്ടിൽ നിങ്ങൾ താമസിച്ചു കഴിഞ്ഞാൽ പരിസരങ്ങളിലെ മലകളും കനത്ത കാടുകളും ഒരു അതുല്യമായ ദൃശ്യവൽക്കരണം തന്നെ സൃഷ്ടിക്കുന്നുണ്ട്. അത് യഥാർത്ഥത്തിൽ വളരെ ആകർഷകമാണ്. ഓക്കെ, നഗരജീവിതത്തിലെ ശബ്ദവും മാലിന്യവും അതിൽ നിന്നൊക്കെ ഒന്ന് പുറത്തു വന്ന് സുഖമായിട്ട്
1 2 3 4 ദിവസമൊക്കെ ചിലവഴിച്ച് നല്ല ബോഡിയും മൈൻഡും ലങ്സും ഒക്കെ ശരിക്കും റിഫ്രഷ് ചെയ്ത് എന്നിട്ട് നമ്മളൊന്ന് യാത്ര ചെയ്യുക, അല്ല എന്നിട്ട് തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് വരിക. അപ്പോൾ നമ്മൾ AGB ഇതാ എത്തിക്കൊണ്ടിരിക്കുകയാണ്. റിസോർട്ട് എത്താറായി. ഞാൻ ജസ്റ്റ് അവിടെ ഞാൻ എനിക്ക് ബുക്കിംഗ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ട് ഇറങ്ങിയില്ല. ജസ്റ്റ് ഒന്ന് പോയിട്ടൊന്ന് തിരിച്ച് വരികയാണ്. നിങ്ങൾക്ക് ആ വഴി കാണിച്ചു തരാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഏതായാലും അതിമനോഹരമായ ഒരു റിസോർട്ടാണിത്. ബ്രെത്ത് ടേക്കിംഗ് ആയിട്ടുള്ള സീനറികളും പർവ്വതങ്ങളും നിങ്ങൾക്കിവിടെ കാണാം. അപ്പോൾ ഇരുവശത്തും നിങ്ങൾ കണ്ടോ, കൊടും കാടാണ്. ധാരാളം വന്യമൃഗങ്ങളുടെ സൈറ്റിങ്ങിനൊക്കെ സാധ്യതയുള്ള കൊടും കാട്ടിലൂടെയാണ് ഈ AGB ശിവനിവാസ് എന്ന് പറയുന്ന റിസോർട്ടിലേക്ക് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ താമസിച്ചുള്ള ഒരു ഗുണം എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് നന്നായിട്ട് ട്രെക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഇവിടെ ഉണ്ട്. ഇപ്പം തന്നെ നമ്മൾ മെയിൻ റോട്ടിൽ നിന്ന് താഴെ നിന്ന് ഇങ്ങോട്ട് കയറി വന്നത് കിലോമീറ്ററുകൾ നമ്മളിപ്പോൾ യാത്ര ചെയ്ത് കഴിഞ്ഞു. അതും ഇരുവശത്തും നിബിഡ വനങ്ങളാണ്. അതിലൂടെ നമ്മൾ യാത്ര ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കൂ, ഒരു 2 റൗണ്ടൊക്കെ നടന്നാൽ അത് എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, ത്രില്ലിംഗ് ആയിട്ടുള്ള, അഡ്വഞ്ചറസ് ആയിട്ടുള്ള ട്രക്കിംഗ് ആയിരിക്കും. ഒരു വെരി അഡ്വഞ്ചറസ് ട്രക്കിംഗ് എക്സ്പീരിയൻസാണ് നമുക്കിത് നിന്ന് യഥാർത്ഥത്തിൽ കിട്ടുക. ഇപ്പോൾ ഈ റിസോർട്ടിലൊരു പ്രത്യേകത, ഇവിടെ ഒരു അപാര സ്വിമ്മിംഗ് പൂളുണ്ട്. അടിപൊളി സ്വിമ്മിംഗ് പൂളുണ്ട്. AGB ശിവനിവാസ് ഹോളിഡേ ഹോമിൽ അടിപൊളി ഒരു സ്വിമ്മിംഗ് പൂളുണ്ട്. മറ്റിടത്തൊന്നും സ്വിമ്മിംഗ് പൂളില്ല, കാരണം ഇത് പൊതുവെ തണുപ്പ് ഉള്ള സ്ഥലമാണല്ലോ. പക്ഷേ ഇവിടെ ആ സ്വിമ്മിംഗ് പൂളിലൊക്കെ കുളിക്കണം. സുഖമായിട്ട് കുളിയൊക്കെ പാസ്സാക്കിയിട്ട് ട്രക്കിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നിട്ട് ആ സ്വിമ്മിംഗ് പൂളിലൊക്കെ ഒന്ന് കുളിച്ച് രാത്രി ഈ കാടിൻ്റെ വന്യത ആസ്വദിച്ചുകൊണ്ട് ഒന്ന് സുഖമായിട്ടൊന്ന് ഉറങ്ങി രാവിലെ അതുപോലെ ഒരു ട്രക്കിംഗ് ഒക്കെ ചെയ്ത് ഇതുപോലെ നമ്മുടെ സ്വന്തം വാഹനം ഉണ്ടെങ്കിൽ അതിലൂടെ വീണ്ടും ഒരു റൗണ്ടൊക്കെ ഇങ്ങനെ അടിച്ച് എന്ത് രസമായിരിക്കും. ബൈക്കിലാണെങ്കിലും ശരി, നിങ്ങൾ വന്നാലും ധാരാളം റൈഡ് ചെയ്യാനുള്ള സ്ഥലങ്ങൾ ഇവിടെ ഇങ്ങനെ കിടക്കുകയാണ്. വനത്തിലൂടെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, വനത്തിലേക്ക് കാൽനടയായിട്ട് പോകാൻ ഒരിക്കലും ശ്രമിക്കരുത്. വളരെ അപകടകരമായ വന്യമൃഗങ്ങൾ, ഹിംസ്ര ജന്തുക്കളുള്ള ഏരിയയാണ് അതൊക്കെ. അതൊരിക്കലും ചെയ്യരുത്. റോഡിലൂടെ നടക്കുക. ഇതാണ് ഈ റിസോർട്ട് AGB. ഓക്കെ, ഇത് നമ്മുടെ ഐബെക്സ് സ്റ്റേസ് ആൻഡ് ട്രയൽസ് പോലുള്ള ഒരു ക്ലാസ് റിസോർട്ടൊന്നുമല്ല. ജസ്റ്റ് താമസിക്കുക സുഖമായിട്ട്. നല്ല ബെഡും കാര്യവും റൂമൊക്കെ ഉണ്ട്, സൗകര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മളവിടെ നിന്ന് തിരിച്ചിറങ്ങി ഇനി നമ്മൾ തിരിച്ച് പോകുന്നത് ഇതാ തലനാരി വ്യൂ പോയിൻറ്റിലേക്കാണ്. ഒക്കെ വരുമ്പോൾ പകൽ 1 മണി ഒക്കെ ആയിരുന്നു. ആ സമയത്തൊന്നും വ്യൂ പോയിൻറ്റിൽ പോകരുത്. നമ്മൾ തലനാരി വ്യൂ പോയിൻ്റ് കാണേണ്ടത് ഒരു 5 മണിക്ക് ശേഷം. അപ്പോൾ നമ്മളിവിടെ ഏതെങ്കിലും റിസോർട്ടിൽ താമസിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഈവനിങ് എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, ചില്ലിങ് ആയിട്ടുള്ള കാറ്റ്, കുളിർ തെന്നലിങ്ങനെ നമ്മളെ ശക്തമായിട്ട് തഴുകി, ചിലപ്പോൾ നമ്മുടെ ചെകിടത്ത് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് അടിച്ചിട്ട് നമുക്ക് കടന്നു പോകുക. അത്ര ശക്തമായ കാറ്റാണ് അത്. ഈ വ്യൂ പോയിന്റിൽ നിന്നുകൊണ്ടുള്ള എന്താ പറയുക, ഈ വ്യൂ ഉണ്ടല്ലോ, എൻ്റെ അമ്മോ, ആ മഞ്ഞിൻ്റെ ആ ഒരു വെളുത്ത വസ്ത്രത്തിനകത്ത് ഈ തലനാരിലെ പർവ്വതങ്ങൾ, വാൾപ്പാറയിലെ പർവ്വതങ്ങൾ ഇങ്ങനെ നിൽക്കുന്ന ഒരു കാഴ്ച. പിന്നെ വൈകുന്നേരമുള്ള അസ്തമനം. ഞങ്ങൾ വന്നു, അസ്തമനം, ഒരു കാർമേഘം അതിനെ മറച്ചു നിൽക്കുകയായിരുന്നു.
ഞാൻ ആഗ്രഹിച്ചു മനസ്സുകൊണ്ട്, കാർമേഘമേ ഒന്ന് നീ വഴിമാറുന്നു. ഇതാ എന്താണെന്ന് അറിയില്ല, കാർമേഘം വഴിമാറി നമുക്ക് ക്ലിയർ ആയിട്ടുള്ള സൺസെറ്റ്, ചക്രവാളം, അതിൻ്റെ എന്താ പറയുക, വർണ്ണങ്ങൾ വാരി വിതറിക്കൊണ്ട് നമുക്ക് ആ മനോഹരമായ കാഴ്ച പകർന്ന് തരികയാണ്. ഇവിടെയൊക്കെ ശരിക്കും ഇങ്ങനെ 1 മണിക്കൂറൊക്കെ ഇരുന്ന് ഇങ്ങനെ മെഡിറ്റേറ്റ് ചെയ്യാം. വാവ്, യാതൊരു ശബ്ദവുമില്ലാതെ കാറ്റിൻ്റെ മർമ്മരം മാത്രം ചെവിയിൽ ഇങ്ങനെ അലയ്ക്കും. നമ്മളോട് എന്തൊക്കെയോ സ്വകാര്യങ്ങൾ പറയുന്ന കാറ്റിൻ്റെ മർമ്മരങ്ങൾ നമ്മളോട് എന്തെല്ലാമോ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കടന്ന് പോകും. അതിങ്ങനെ നോക്കിയിരുന്ന് കഴിഞ്ഞാൽ ആ തണുപ്പ്, മഞ്ഞിൻ്റെ തണുപ്പും ഒക്കെ ഇങ്ങനെ ആസ്വദിച്ച് നമുക്ക് ചുറ്റുമുള്ള പ്രകൃതിയെ നമ്മളങ്ങനെ നമ്മളിലേക്ക് ആവാഹിച്ചെടുത്തുകൊണ്ട് കുറേ സമയം അവിടെ അങ്ങനെ ചിലവഴിച്ചാൽ ഒരു സുഖമുണ്ടല്ലോ. അത് കഴിഞ്ഞിട്ട് തിരിച്ച് റൂമിലേക്ക് പോയി ഡിന്നറൊക്കെ കഴിച്ച് കിടന്നുറങ്ങാനാണ് ഇന്നത്തെ പരിപാടി. ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ഒരു വലിയ മരപ്പെട്ടിയെ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു. പക്ഷെ എനിക്കത് ക്യാമറയിൽ പകർത്താൻ കഴിഞ്ഞില്ല, കാരണം മൊബൈൽ ക്യാമറയ്ക്ക് കുറേ ലിമിറ്റേഷൻസ് ഉണ്ടല്ലോ. ഓക്കെ, എത്ര നോക്കിയാലും മതി വരില്ല ആ അസ്തമനം. മലകൾക്കിടയിലേക്ക് സൂര്യനിങ്ങനെ അസ്തമിച്ച് ഇറങ്ങുന്ന ആ കാഴ്ച, ചക്രവാളം, നിറം വാരി വിതറിയ ഒരു ചിത്രകാരൻ്റെ കളർ വെട്ടിച്ചിതറിയതുപോലെ, നിറക്കൂട്ടി ചിതറിയതുപോലെ ചക്രവാളത്തിൽ അതിങ്ങനെ ചിതറുകയാണ്, നിറം ചിതറുകയാണ്. അതിൻ്റെ ഒരു ഭംഗി. ഇപ്പോൾ പതുക്കെ കോടമഞ്ഞ് വന്നു തുടങ്ങി. തേയിലത്തോട്ടങ്ങൾ, ഒരു വശത്ത് ധാരാളം തേയിലത്തോട്ടങ്ങളാണ്, മനോഹരമായ തേയിലത്തോട്ടങ്ങളാണ്. വാൾപ്പാറയിലെ തേയിലത്തോട്ടങ്ങൾക്കൊരു അനന്യമായ ഭംഗി തന്നെയാണ്. ഇപ്പുറത്തൊക്കെ മലനിരകളാണ്. നമുക്ക് ചുറ്റുമുള്ളത് പറമ്പിക്കുളവും പിന്നെ നെല്ലിയാമ്പതി ഹിൽസുമൊക്കെയാണുള്ളത്. എല്ലാം കടുവാ സങ്കേതങ്ങളാണ്. ആനമല കടുവാ സങ്കേതം, പറമ്പിക്കുളം വൈൽഡിൽ ടൈഗർ റിസർവ്, നെല്ലിയാമ്പതി ടൈഗർ റിസർവ്. അങ്ങ് ദൂരെ കാണുന്നത് അതെല്ലാമാണ്. ചാലക്കുടി മേഖല, വാഴച്ചാല്, അതിരപ്പള്ളി വാട്ടർഫാൾസൊക്കെ ഈ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കിയാൽ നമുക്ക് കാണുന്ന ആ മേഖലകളിലാണ്. തലനാരിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഷോളയാർ ഡാം കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെ സൂര്യൻ അസ്തമിച്ച് ഇറങ്ങുന്നത് വരെ ഞങ്ങൾ അവിടെ തന്നെ ചിലവഴിച്ചു. ഇനി രാത്രി കണ്ടെയ്നർ കോട്ടേജിലാണ് ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുള്ളത്. സുഖമായിട്ട് അവിടെ ഡിന്നറൊക്കെ കഴിഞ്ഞൊന്ന് ഉറങ്ങി ഏർലി മോർണിംഗ് എഴുന്നേറ്റിട്ട് ഒരു അടിപൊളി ട്രക്കിംഗ് ഉദ്ദേശിച്ചിട്ടുണ്ട്. ഇതാ പ്രിയപ്പെട്ടവരെ, ആ മനോഹരമായ കാഴ്ച. Stunning landscapes, breathtaking natural beauty, lush green mountains, serene atmosphere. Often described as a heavenly land, വാളയാറിനെ. ബസ് ട്രാവൽ ഡയറിയിൽ ഇതുപോലുള്ള വ്യത്യസ്തമായ യാത്രാനുഭവങ്ങൾ ഞാൻ പങ്കുവയ്ക്കുന്നുണ്ട്. നിങ്ങളെൻ്റെ വീഡിയോകളെല്ലാം മുഴുവനായി കാണണം. ഇപ്പോൾ ഞങ്ങൾ കണ്ടെയ്നർ കോട്ടേജിലേക്ക്, ഞങ്ങളിന്ന് ഇവിടെയാണ് താമസിക്കുന്നത്, തിരിച്ചെത്തി. നല്ല തണുപ്പുണ്ട്. ഡിന്നർ റെഡിയാണെന്ന് പറഞ്ഞു.
നെന്മാറക്കാരനാണ്. ഭക്ഷണമൊക്കെ പാകം ചെയ്യുന്ന വൃദ്ധനായ സ്നേഹസമ്പന്നനായ മനുഷ്യൻ, എൻ്റെ നാട്ടുകാരനും കൂടിയാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇങ്ങനെ പുറത്തു നിന്നുകൊണ്ട് ഈ തണുപ്പ് ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉദ്യോഗസ്ഥന്മാർ അന്ന് ഞങ്ങളുടെ തൊട്ടടുത്ത കണ്ടെയ്നറിൽ താമസിക്കുകയുണ്ടായി. അപ്പോൾ അവർ ഞങ്ങളോട് പറഞ്ഞു, രാത്രി പുറത്തിറങ്ങുന്നതൊക്കെ വളരെ സൂക്ഷിക്കണം, കാരണം കരടിയും പുലിയും ഒക്കെ ഏത് സമയത്ത് നിങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടും. ആനയും കാട്ടുപോത്തും വന്യമൃഗങ്ങളുമൊക്കെ ധാരാളം വിഹരിക്കുന്ന, സ്വൈരവിഹാരം നടത്തുന്ന പ്രദേശങ്ങളാണ് ഇതൊക്കെ. കാരണം ഇവിടെ തിരക്ക് കുറവാണ്. കൊടൈക്കനാലും മൂന്നാറും ഊട്ടിയും പോലെ പൂരപ്പറമ്പുകളല്ല. വാൾപ്പാറ ഇപ്പോഴും പൂരപ്പറമ്പുകളായിട്ടില്ല, ആവാതിരിക്കട്ടെ എന്ന് പറയുകയാണ്. അപ്പോൾ ഇതാണ് കണ്ടെയ്നർ കോട്ടേജിലെ ഒരു കണ്ടെയ്നറുടെ ഉൾവശം. താഴെ ഒരു കട്ടിലും ബെഡും ഉണ്ട്, ഡബിൾ ബെഡ്. ഇതൊക്കെ സിംഗിൾ ബെഡാണ്. നമ്മളെ ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോഴുള്ള ബെർത്ത് പോലുള്ള ബെർത്തുകളാണ്. അങ്ങനെ 2 ബെർത്തുകളും ഒരു ഡബിൾ ബെഡും. അപ്പോൾ 4 ആൾക്ക് സുഖമായിട്ട് താമസിക്കാം. വളരെ വൃത്തിയുണ്ട്, നല്ല. അതിനകത്ത് തന്നെ ബാത്റൂമും ടോയ്ലറ്റൊക്കെ ഉണ്ട്. ഇതിൻ്റെ നേരെ മുമ്പിൽ നേരം വെളുത്തു കേട്ടോ. ഉറക്കമൊക്കെ കഴിഞ്ഞ് നേരം വെളുത്തിട്ടുള്ള കാഴ്ചയാണിത്. മനോഹരമായ തേയിലത്തോട്ടങ്ങളുടെ ആ ഒരു ഭംഗിയുണ്ടല്ലോ. ആ പച്ചപ്പ് നമ്മുടെ കണ്ണുകൾക്ക് വളരെ നൽകുന്ന ആനന്ദകരമായ ഒരു അനുഭവം എന്ന് പറയുന്നത് എത്ര നല്ലതാണ്. നമ്മളൊക്കെ രാവിലെ എഴുന്നേറ്റ മൊബൈലിലാണല്ലോ നോക്കുന്നത് ആളുകളൊക്കെ. നഗരവൽക്കരിക്കപ്പെട്ട നരകങ്ങളിൽ ജീവിക്കുന്ന നമ്മളൊക്കെ എഴുന്നേറ്റാൽ മൊബൈലിലേക്കല്ല. ഞങ്ങളിപ്പോൾ ഒരു വാക്കിംഗ് ആണ്. ഇത് മൃഗങ്ങളൊക്കെ വന്ന് മേയുന്ന, മാനുകളും കാട്ടുപോത്തുമൊക്കെ വന്ന് മേയുന്ന പുൽമേടുകളാണ്. ഈ പുൽമേടുകളിൽ നിന്ന് ഞാൻ സൂര്യോദയം കാണുകയാണ്. വാവ്, എന്താണ്! ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് ആ നമ്മൾ ഇന്നലെ കണ്ടില്ലേ, തലനാര് വ്യൂ പോയിൻ്റ്, അത് നമുക്ക് കാണാൻ കഴിയും. അത് ഞാൻ നിങ്ങൾക്കൊന്ന് സൂം ചെയ്ത് തരാം. ഈ പുൽമേടിൽ നിന്നുകൊണ്ട് ഇതാണ് തലനാർ വ്യൂ പോയിൻ്റ്. ഇവിടെ നിന്നുകൊണ്ടാണ് നമ്മൾ ഇന്നലെ അസ്തമനം കണ്ടത്. ഇതെല്ലാം പുൽമേടുകളാണ്. ഇവിടെയൊക്കെ ധാരാളം മൃഗങ്ങൾ മേഞ്ഞ് നടക്കുന്ന സ്ഥലങ്ങളാണ്. ഞങ്ങൾ കാട്ടുപോത്തിനും മ്ലാവുകളെയൊക്കെ കണ്ടു. ഞങ്ങളെ കണ്ടപ്പോൾ അവരങ്ങോട്ടും ഇങ്ങോട്ടും ഓടിപ്പോയി. ഇത് നമ്മൾ ഇന്നലെ പോയ ഐബെക്സ് സ്റ്റേസ് ആൻഡ് ട്രയൽസിലേക്കുള്ള വഴിയാണ് യഥാർത്ഥത്തിൽ. അപ്പോൾ ഞങ്ങൾ ഇതിലൂടെ നടക്കുകയാണ് ഇപ്പോൾ കേട്ടോ. 2 സൈഡും വനങ്ങൾ. അതാ കാണുന്നത്, അങ്ങ് ദൂരെ കാണുന്നത് ഐബെക്സ് സ്റ്റേസ് ആൻഡ് ട്രയൽസിൻ്റെ കോട്ടേജാണ്, റിസോർട്ടാണ്. ഞങ്ങളിതിൽ അതുവരെ നടക്കാൻ തീരുമാനിച്ചു. ഏത് സമയവും നമുക്ക് കാണാം മൃഗങ്ങളെ, വന്യമൃഗങ്ങളെ. അങ്ങനെ പോകുന്ന വഴിക്ക് നല്ല കൊയ്യാപ്പഴം, പേരയ്ക്ക, അതൊക്കെ എന്ത് രുചികരമായ പേരയ്ക്കയൊക്കെ പറിച്ച് തിന്ന് ഞങ്ങളാ യാത്ര ശരിക്കും ആസ്വദിക്കുകയായിരുന്നു. അദ്വൈതം പോലെ ഞങ്ങൾ അതായി മാറുകയായിരുന്നു. ഞങ്ങൾ ആ തേയിലത്തോട്ടങ്ങളായി, കാപ്പിത്തോട്ടങ്ങളായി, പേരയ്ക്ക വൃക്ഷങ്ങളായി, പുൽമേടുകളായി, അവിടുത്തെ ഉദയമായി, അസ്തമനമായി, അവിടുത്തെ വന്യമൃഗങ്ങളുടെ ശബ്ദങ്ങളായി, അവയായി ഞങ്ങളങ്ങനെ മാറുകയായിരുന്നു. അവിടെ പെയ്യുന്ന കോടമഞ്ഞായി ഞങ്ങൾ മാറുകയായിരുന്നു. അവിടെ കാണുന്ന പർവ്വത നിരകളായി ഞങ്ങൾ മാറുകയായിരുന്നു. പ്രിയപ്പെട്ടവർ, സ്നേഹത്തോടെ അക്ബർ.